നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർസ് ലീവ മെഡിസിറ്റി പാലാ ചെറുപ്പങ്കലിലുള്ള ഈ ആശുപത്രി ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാണ്. മുൻപൊക്കെ എന്തെങ്കിലും വിദഗ്ധ ചികിത്സകൾ വേണമെങ്കിൽ ഒന്നുകിൽ കോട്ടയത്തേക്ക് പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകണം. 2019 ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. ചില ന്യൂനതകളൊക്കെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും തുടക്കത്തിലെന്നതുപോലെ പാലാ മെഡിസിറ്റിക്കുമുണ്ട്. ഇതിനിടയിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾക്ക് പിന്നിൽ ചില പ്രത്യേക വിഭാഗങ്ങളായിരുന്നുവെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ കല്ലറങ്ങാട്ട് പിതാവിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ആരംഭിച്ചിരുന്നു. നാമമാത്ര കർഷകർ മുതൽ വ്യവസായികൾ വരെ പാലാ രൂപതയുമായി ബന്ധപ്പെട്ട ആളുകൾ വലിയ തോതിൽ പിരിവെടുത്താണ് ഇത്തരമൊരു ആശുപത്രിക്ക് രൂപം കൊടുത്തത്. ഇടവകകൾ തോറും ഇതിനായി പ്രത്യേക പിരിവുകൾ, 58% ബാങ്ക് വായ്പയെടുത്ത് ബാക്കി തുക വിശ്വാസികളിൽ നിന്നും പിരിച്ചെടുത്താണ് ആശുപത്രിക്ക് തുടക്കമിട്ടത്. കോടികൾ മുതൽ മുടക്കുള്ള ഇത്തരമൊരു ആശുപത്രി പാലാ ഭാഗത്ത് വിജയിക്കുമോ എന്ന സംശയം തുടക്കത്തിൽ തന്നെ ചിലർ ഉന്നയിച്ചിരുന്നു. എന്നാൽ കല്ലറങ്ങാട്ട് പിതാവിന്റെ ദൃഢനിശ്ചയം തന്നെയാണ് ഇത്തരമൊരു ആശുപത്രിയുടെ വിജയത്തിൽ ചെന്നെത്തിയത്. ഇപ്പോഴിതാ മാർസ് ലീവ ആശുപത്രിയിൽ ജീവനക്കാർ സമരം പൊടിപൊടിക്കുകയാണ്. നേഴ്സുമാരാണ് സമരത്തിന് മുൻനിരയിൽ. നേഴ്സുമാരുടെ ഈ സമരകാരണം അന്വേഷിക്കുമ്പോൾ ജാസ്മിൻ ഷാ എന്നൊരു പേരിലെത്തും നമ്മൾ. മാർസ് ലീവ മെഡിസിറ്റിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു നേതാവിനെ തിരികെ എടുക്കണമെന്നതാണ് സമരക്കാരുടെ ഏറ്റവും കടുത്ത ആവശ്യം. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പൊടിപൊടിക്കുന്നത്. എന്നാൽ ഈ സമരം പാലാ മെഡിസിറ്റിയെ തകർക്കുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു ആശുപത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത വിവരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ചിലരൊക്കെ പാലാ മെഡിസിറ്റിയെ തകർക്കാൻ ചില മാഫിയ സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന പ്രചരണം ശക്തമാക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ച 5 വർഷങ്ങൾ ചില ന്യൂനതകളുണ്ടെങ്കിലും പാലാ മെഡിസിറ്റിയെക്കുറിച്ച് വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് നേഴ്സുമാരിൽ ചില കുത്തിത്തിരിപ്പുകളുമായി രംഗത്തെത്തിയത്. അതിനാവട്ടെ നേതൃത്വം കൊടുത്തത് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനും. നേഴ്സുമാർ ഉന്നയിച്ച പരാതികൾക്ക് ഉടനടി പരിഹാരം കാണാം എന്ന് മാനേജ്മെന്റ് ഉറപ്പ് കൊടുത്തു. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ ജില്ലാ ലേബർ ഓഫീസർക്ക് സംഘടന ഒരു പരാതി അയക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേഴ്സുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് തങ്ങൾ പരിഹാരമുണ്ടാക്കി എന്നാണ് ആശുപത്രി അവകാശപ്പെടുന്നത്. ചില കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടായി എന്നത് വാസ്തവമാണ്. എന്നാൽ മിക്ക കാര്യങ്ങളിലും തീരുമാനമായില്ല എന്ന് നേഴ്സസ് അസോസിയേഷൻ. ചുരുക്കത്തിൽ പൊടുന്നനെ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുന്നു. ഈ സമരത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്ന് ആശുപത്രി മാനേജ്മെന്റ് ആരോപണമുന്നയിച്ചു. സമരത്തിന് കാരണമായി അവർ ചുവരുകളിൽ പതിപ്പിച്ച പോസ്റ്റർ തന്നെയാണ് ഈ ആരോപണത്തിന് കൂടുതൽ ബലം പകരുന്നതും. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ ഒരു പ്രതിനിധിയെ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അയാളെ തിരികെ എടുക്കണമെന്നതാണ് ഇവരുടെ മുഖ്യ ആവശ്യം. എന്നാൽ നേതാവിന്റെ കോൺട്രാക്ട് പുതുക്കാതെ വന്നതോടെ അയാളെ പുറത്താക്കുകയായിരുന്നുവെന്നതാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. സ്ഥാപനത്തിനെതിരെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുക, സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുക, അത്തരക്കാരെ ഏതു സ്ഥാപനമാണെങ്കിലും പുറത്താക്കുമെന്നതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജോലി ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിനെതിരായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുക, ചില ഓൺലൈൻ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, ഇത്തരം ദുഷ്ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിയെ എങ്ങനെ തുടർന്നും ആശുപത്രിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുമെന്നതാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ ചോദ്യം. ഇയാൾ എത്ര വലിയ നേതാവാണെങ്കിലും ജോലിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ പുറത്തു പോകണമല്ലോ എന്നതാണ് ആശുപത്രി ഇപ്പോൾ പുലർത്തുന്ന നയവും. ഇതേ തുടർന്ന് നേഴ്സുമാരുടെയും ട്രെയിനികളുടെയും ഒക്കെ അമിത ജോലിഭാരം കുറയ്ക്കുക, ഒരു നേഴ്സിന് ഇത്ര രോഗികളെ പാടുള്ളൂ എന്ന് വ്യവസ്ഥ വെക്കുക, രോഗികൾക്ക് ലഭിക്കേണ്ട ശ്രദ്ധ കുറയുന്നു എന്ന വാദമൊക്കെ അനാവശ്യമായി മാനേജ്മെന്റ് ഉയർത്തുന്നതാണ് എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ നേഴ്സസ് അസോസിയേഷൻ ഒരു സമരം പ്രഖ്യാപിക്കുന്നു. പാലാ മാർസ് ലീവ മെഡിസിറ്റി അടഞ്ഞുകിടന്നാൽ അതിൽ നിന്ന് ഗുണം ലഭിക്കുന്ന ചില കച്ചവടക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് പിന്നിൽ ചില ഗൂഢാലോചനയും ആസൂത്രണവുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നേഴ്സുമാർക്ക് 34,500 രൂപ വരെ മാസശമ്പളം തങ്ങൾ നൽകുന്നുവെന്നതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ശമ്പള വ്യവസ്ഥയുമായി പരിശോധിക്കുമ്പോൾ പാലാ മാർസ് ലീവ മെഡിസിറ്റി നൽകുന്നത് ന്യായമായ ശമ്പളമാണ് എന്നവർ വാദിക്കുന്നു. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 27,000 രൂപയോളം ലഭിക്കുന്നു. എല്ലാ വർഷവും ഇവർക്ക് ഇൻക്രിമെന്റും നൽകാറുണ്ട്.
പൊതു അവധി ദിനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഡബിൾ സാലറി, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എക്സ്ട്രാ അലവൻസ് എന്നിവയൊക്കെ നേഴ്സുമാർക്ക് നൽകുന്നുണ്ട്. ക്യാഷ് ലീവ് 12 എണ്ണം, സിക്ക് ലീവ് 12 എണ്ണം, 1 വർഷം പൂർത്തിയാക്കിയവർക്ക് ഏൺ ലീവ് 12 എന്നിവയൊക്കെ മാനേജ്മെന്റ് അനുവദിക്കുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. 5 വർഷം പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നവർക്ക് കൃത്യമായി ഗ്രാറ്റുവിറ്റി നൽകുന്നു. ജോലിയിൽ പ്രവേശിക്കുന്ന അന്നു മുതൽ ഫുൾ കവറേജ് ലഭിക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ്, എല്ലാ സ്റ്റാഫിനും അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇൻലോസിനും 10% ഡിസ്കൗണ്ട് ബിൽ അനുവദിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് എല്ലായിടത്തും എന്നതുപോലെ മാർസ്ലീവ മെഡിസിറ്റിയിലും സ്റ്റാഫിന് ചില ഷോർട്ടേജ് നേരിട്ടിരുന്നു. NABH അനുശാസിക്കുന്നതനുസരിച്ച് 6 രോഗികൾക്ക് 1 നേഴ്സ് എന്നതല്ല മാർസ്ലീവ ആശുപത്രിയിൽ. 5 രോഗികൾക്കോ 4 രോഗികൾക്കോ 1 നേഴ്സ് എന്നതാണ് അവിടെയുള്ള അനുപാതം. അത്യാവശ്യ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലും മറ്റും ലേഡീസ് സ്റ്റാഫുകൾക്ക് അസമയത്ത് ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നാൽ വരുമ്പോഴും തിരികെ പോകുമ്പോഴുമൊക്കെ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ സഹായം അവർക്ക് നൽകാറുണ്ട്. ഇവിടെയാണ് കാസ പോലുള്ള സംഘടനകൾ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അവർ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്രൈസ്തവ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് സമരം ചെയ്യുന്ന നഴ്സിംഗ് യൂണിയന്റെ പുതിയ ഇര മാർസ്ലീവ മെഡിസിറ്റി ആയതിൻ്റെ കാരണങ്ങളായി പുറത്ത് പലരും സംസാരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ പുതിയ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ആ ഹോസ്പിറ്റൽ ആരംഭിച്ച ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ മാർസ്ലീവ മെഡിസിറ്റിയിൽ നഴ്സിംഗ് യൂണിയൻ സമരം ആരംഭിച്ചു. ഇതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റുമായി മാർക്കറ്റിലെത്തുമ്പോൾ ആ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ വിലയിടിക്കുവാനും പേര് കളയുവാനും ശ്രമിക്കുന്നതൊന്നും ഇന്നത്തെ ബിസിനസ് മത്സരത്തിൽ പുതുമയുള്ളതൊന്നുമല്ല. മാത്രമല്ല, ജാസ്മിൻ ഷാ എന്ന വ്യക്തിയെ അറിയാത്തവർ ഒന്നുമല്ലല്ലോ ഈരാറ്റുപേട്ടയിൽ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത മധ്യ കേരളത്തിലെ ബിസിനസ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഇങ്ങോട്ട് ഇനിയും പല പ്രശ്നങ്ങളും മാർസ്ലീവ മെഡിസിറ്റി നേരിടേണ്ടതായി വരും. കാസ മറ്റു ചിലർക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതിൽ സംശയിക്കേണ്ട ഒന്നാണ് എറണാകുളം വിമത വൈദികരുടെ പങ്ക്. കാരണം പാലാ രൂപതയ്ക്കെതിരെ കിട്ടുന്ന ഏതൊരു വിഷയവും ആയുധമാക്കാൻ കാത്തിരിക്കുന്നവരാണ് എറണാകുളം വിമത വൈദികർ. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെടുത്ത സംഭവം ആദ്യം അറിഞ്ഞതും ആഘോഷമാക്കിയതും എറണാകുളം വിമതരുടെ ഗ്രൂപ്പുകളിൽ. അത് വേണ്ട രീതിയിൽ കത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ എറണാകുളം വിമതരുടെ സഹായികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണിനെ പാലായിലെത്തിച്ചതും വിഷയം ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയാക്കാൻ ശ്രമിച്ചതും. മാർസ്ലീവ മെഡിസിറ്റിയിൽ ഉണ്ടായ സമരത്തിന് പിന്നിലെ ശക്തികൾ പലരാണെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. ഉദ്ദേശവും നേട്ടവുമൊക്കെ പലതാണ്. ഇതിൽ എറണാകുളം വിമതർ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയേറെ. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് അഭിവന്യമാർ തോമസ് തറയിൽ പിതാവിനെതിരെ ആരോപണവുമായി ഒരു ഓൺലൈൻ ചാനലിനെ രംഗത്തിറക്കിയതിന്റെ പിന്നിലും എറണാകുളം വിമതർ. ശിവലിംഗ വിവാദം ചീറ്റിപ്പോയ സ്ഥിതിക്ക് പാലാ രൂപതയ്ക്ക് അടുത്ത തലവേദന ഉണ്ടാക്കാൻ വേണ്ടി മാർസ്ലീവയിലെ സമരത്തിന് പിന്നിൽ എറണാകുളം വിമതർ ഇടപെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എന്തുതന്നെയായാലും കരാർ കാലാവധി അവസാനിച്ച യൂണിയൻ നേതാവിനെ ഒരു കാരണവശാലും കരാർ പുതുക്കി തിരിച്ചെടുക്കില്ല എന്ന നിലപാടിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉറച്ചു തന്നെ നിൽക്കണം. ഇന്ന് വഴങ്ങിയാൽ നാളെ പലതിനും വഴങ്ങേണ്ടി വരും. ഒപ്പം ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചാൽ തറവാടിൻ്റെ മഹിമയും കാർന്നോരുടെ സൽപ്പേരും കൊണ്ട് അതൊരിക്കലും മുന്നോട്ട് പോകില്ല. അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല നടത്തിപ്പുകാർ വേണം. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആളില്ലാത്ത സ്ഥലത്ത് സ്തുതിപാഠകരുടെ കരഘോഷങ്ങൾക്കിടയിൽ അഭിനവ തുഗ്ലക്കുമാർ നടത്തുന്ന പരിഷ്കാരങ്ങളെല്ലാം മഹത്തരമാണെന്ന് കരുതിയാൽ ബിസിനസ് രംഗത്തെ കിടമത്സരത്തിന് പണം മുതൽ മതം വരെ കാരണമാകുന്ന ഇക്കാലത്ത് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഓർക്കുന്നതും നല്ലതാണ്. ഒപ്പം പ്രൊഫഷണലിസം വേണ്ട സ്ഥലത്ത് ബന്ധു നിയമനവും പരിഹാരമല്ലെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഒരു പാഠമായി എടുത്തുകൊണ്ട് പാലാ രൂപതയുടെ നേതൃത്വത്തിൽ മാറ്റങ്ങളും മുൻകരുതലുകളും എടുത്ത് മാർസ്ലീവ മെഡിസിറ്റിക്ക് മുന്നേറാൻ കഴിയട്ടെ. മാർസ്ലീവ മെഡിസിറ്റിക്ക് നേരെയുള്ള ഇപ്പോഴത്തെ ആക്രമണം ചെറുക്കാൻ തങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുമെന്ന് വിവിധ സംഘടനകൾ പ്രതികരിക്കുന്നു. ആശുപത്രിയെ തകർക്കാനുള്ള നീക്കത്തെ നേരിടുമെന്നാണ് വ്യാപാരി വ്യവസായി, രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ എന്നിങ്ങനെയുള്ള സമിതികളുടെ പ്രതിനിധികൾ പറയുന്നത്. ഇവർ സംയുക്തമായി പുറത്തിറക്കിയ നോട്ടീസിലാണ് ഈ പ്രതികരണം ശക്തമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും. സമീപത്ത് ആരംഭിക്കുന്ന കളങ്കിത പ്രതിച്ഛായുള്ള ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മാർസ്ലീവയ്ക്കെതിരെ ഗൂഢ നീക്കം നടക്കുന്നതായി ഇപ്പോൾ ആരോപണം ശക്തം. പാലാ മാർസ്ലീവ ആശുപത്രിക്കുള്ളിലും ചില ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് പരിശോധനകളൊന്നുമില്ലാതെ പലർക്കും ആശുപത്രി അധികൃതർ ജോലി കൊടുത്തു. അവരൊക്കെ ഇന്ന് മുതുപാരകളായി മാറിയിരിക്കുന്നു. പുറത്തുനിന്ന് ആരും വന്നില്ലെങ്കിലും ആശുപത്രിയെ ഞങ്ങൾ തകർത്തുകൊള്ളാം എന്നതാണത്രേ അവരുടെ ഭാവം. പാലാ രൂപതയിലെ കൂലിപ്പണിക്കാരായ വിശ്വാസികൾ മുതൽ കോടീശ്വരന്മാർ വരെ തങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകി പടുത്തുയർത്തിയ ഒരു ആതുരാലയം ഇന്നും രൂപതയിൽ നിന്ന് കോടികൾ ആശുപത്രിയിലേക്ക് ചാരിറ്റിയായി ഒഴുകുന്നു.
ഇതിനെയും വിശ്വാസികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പള്ളികളിൽ നിന്നും കിട്ടിയ നേർച്ചപ്പണത്തിന്റെ വിഹിതം കൊണ്ട് തുടങ്ങിയ ഒരു ആശുപത്രിയെ അത്ര പെട്ടെന്ന് തകർക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കുന്നു. ഇടവകകൾ തോറും ഇതിനായി ശക്തമായ പ്രവർത്തനങ്ങളും ചിലർ ആരംഭിച്ചു കഴിഞ്ഞു. മേഖലയിലെ മികച്ച ആശുപത്രി എന്ന പൗരപ്രമുഖരുടെ സാക്ഷ്യപത്രമല്ല വേണ്ടത്. പകരം ആശുപത്രിയിലെത്തുന്നവർക്ക് നല്ല ചികിത്സ നൽകുക, നല്ല രോഗീ പരിചരണം നൽകുക. അതിനു പകരം ചീർത്ത മുഖവുമായി രോഗികളെ കണ്ടാൽ അവർക്ക് നേരെ തുറച്ചു നോക്കുന്ന ചില നേഴ്സുമാർ. ഇതൊക്കെ പാലാ മെഡിസിറ്റിയുടെ ശാപം തന്നെയാണ്. സമരം ചെയ്യുന്നതിന് മുൻപ് ആ നേഴ്സുമാരോട് രോഗികളായി എത്തുന്നവർക്ക് നേരെ മനുഷ്യത്വപരമായി പെരുമാറാൻ ചിലർ ഉപദേശിക്കുന്നതും അതുകൊണ്ട് തന്നെ. സ്റ്റാഫിന്റെ പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ പ്രൊഫഷണലിസവുമില്ല എന്നവർ തുറന്നടിക്കുന്നു. പല നേഴ്സുമാരും രോഗികളോട് വളരെ റഫായാണത്രേ പെരുമാറുന്നത്. ചില സർക്കാർ ആശുപത്രികൾക്ക് സമാനം. മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് ഈ നേഴ്സുമാർ ഒരു സമരകോലാഹലം അവിടെ ഉയർത്തുന്നതെങ്കിൽ അവരെ പറഞ്ഞുവിടുക തന്നെ ചെയ്യണമെന്നതാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം. എന്നാൽ സ്ഥാപനത്തിനെതിരെ നേഴ്സുമാർ ഉയർത്തുന്ന ആരോപണങ്ങളെക്കുറിച്ചും കൃത്യമായി പരിശോധിക്കണമെന്ന് ചിലർ പറയുന്നു. ആശുപത്രി മാനേജ്മെന്റിൽ പരിണിതപ്രജ്ഞരല്ലാത്ത ചിലരെത്തി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ആശുപത്രിയുടെ നിത്യനടത്തിപ്പിനെ ബാധിച്ചിരുന്നു. വെറും ബിസിനസ് അല്ല ആശുപത്രി എന്ന് അധികൃതർ ഓർക്കണമെന്നാണ് ഇവർ പറയുന്നത്. അല്പം മനുഷ്യത്വമൊക്കെ അധികൃതർ സൂക്ഷിച്ചാൽ നല്ലത്. ആശുപത്രി സിഇഒ ജസ്റ്റിൻ തോമസ് വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ കൃത്യമായ മറുപടി നൽകുന്നു. മലയോര മേഖലയിലെ ജനവിഭാഗങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം വേണമെന്ന പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് പിതാവിന്റെ ദീർഘവീക്ഷണം. അതാണ് മാർസ്ലീവ മെഡിസിറ്റി എന്ന ആശയത്തിന്റെ തുടക്കം. ഈ ആശയത്തിന് തുടക്കമിട്ടതും പിന്നീട് യാഥാർത്ഥ്യമാക്കിയതും പിതാവ് തന്നെ 2019 പ്രവർത്തനം ആരംഭിച്ചു. പാലാ രൂപതയിലെ വിശ്വാസികൾ നാട്ടിലും വിദേശത്തുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിനൊപ്പം ബാങ്ക് വായ്പയും ഉപയോഗിച്ച് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ആധുനിക നിലവാരത്തിൽ ഇപ്പോൾ നിർമ്മാണം നടത്തിവരുന്ന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഫൊറോന ഇടവക തലങ്ങളിൽ നിന്ന് നിലവിൽ സഹായം ലഭിക്കുന്നു. ബാങ്ക് വായ്പകൾ ഉൾപ്പെടെ എല്ലാം നിയമവിധേയമായാണ് അവിടെ ചെയ്തിരിക്കുന്നത്. രൂപതാ തലത്തിൽ ഒട്ടേറെ ആളുകൾക്ക് ജോലിയിൽ മുൻഗണന നൽകുന്നതിനൊപ്പം തന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിലെ എല്ലാ നിയമനങ്ങളും. ഒരു ചികിത്സയ്ക്കും ഞങ്ങൾ അമിത തുക ഈടാക്കുന്നില്ല. മാർ ജോസഫ് കല്ലറങ്ങാട് പിതാവിന്റെ പേട്രൺസ് കെയർ ചാരിറ്റി ഫണ്ടിൽ നിന്ന് 3 കോടിയിൽ പരം രൂപയും ജീവകാരുണ്യ ഭാഗമായി ആശുപത്രിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. സർക്കാർ അനുശാസിക്കുന്ന രീതിയിൽ 3 ഷിഫ്റ്റുകളിലായി ജോലി ക്രമീകരിച്ചിരിക്കുന്നു. ഏതെങ്കിലും സമയം അധിക ജോലി ചെയ്യേണ്ടി വന്നാൽ അലവൻസും നൽകുന്നു. ആശുപത്രിയിലെ പുരുഷ നേഴ്സിംഗ് സ്റ്റാഫ് അംഗങ്ങൾക്ക് ചേഞ്ചിങ് റൂം ക്രമീകരിക്കുന്നതിനെ പറ്റിയും ആരോപണം അവർ ഉന്നയിക്കുന്നു. ആശുപത്രിയിൽ 45 പുരുഷ നേഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്. ഇതിൽ 40 പേർ എമർജൻസി, ICU, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇവർക്ക് പ്രത്യേക ഡ്രസ് ചേഞ്ചിങ് സൗകര്യങ്ങളൊക്കെയുണ്ട്. 3 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്ന മറ്റ് 5 പേർക്ക് വേണ്ടി മാത്രമാണ് താൽക്കാലികമായി ഒരു ഡ്രസ് ചേഞ്ചിങ് സംവിധാനം ഒരുക്കിയത്. ഈ താൽക്കാലിക ഡ്രസ് ചേഞ്ചിങ് സംവിധാനത്തെയാണത്രേ അവർ കുറ്റം പറയുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന 2 പേർക്ക് വേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനം. പുതിയ കെട്ടിടം പൂർത്തിയാകുമ്പോൾ അവിടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് ഈ നേഴ്സുമാരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. 623 ഫീമെയിൽ സ്റ്റാഫ് നഴ്സിനും 74 ANM ജീവനക്കാർക്കും വേണ്ടി കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനാണ് നിലവിൽ വനിതകൾക്കുള്ള ഡ്രസ് ചേഞ്ചിങ് സംവിധാനം വിപുലപ്പെടുത്താൻ തീരുമാനിച്ചത്. സ്ത്രീകൾക്ക് ഡ്രസ് ചേഞ്ചിങ്ങിന് കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടതുകൊണ്ടാണ് പുരുഷ നഴ്സുമാർക്ക് ഒരു താൽക്കാലിക സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്തു കൊടുത്തത്. ചില നഴ്സുമാർ പേഷ്യന്റ് ബെഡ് ഒരുക്കാൻ തയ്യാറല്ലത്രേ. എന്നാൽ ഇതൊക്കെ നേഴ്സുമാരുടെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഇക്കാര്യം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവരുടെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ എഴുതി ഒപ്പിട്ട് നൽകുന്നതാണ്. എങ്കിലും മാർസ്ലീവ മെഡിസിറ്റിയിൽ നേഴ്സുമാരെ സഹായിക്കാൻ അറ്റൻഡർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് നേഴ്സിംഗ് ബെഡ് മേക്കിംഗ് നടത്തേണ്ടി വരുന്നത്. ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴോ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴോ ഒരു സർട്ടിഫിക്കറ്റിനും യാതൊരു തുകയും വാങ്ങാറില്ല. എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് അനുസരിച്ചുള്ള നോട്ടീസ് പീരീഡ് അംഗീകരിച്ചു തന്നെയാണ് ഓരോരുത്തരും ജോലിയിൽ പ്രവേശിക്കുന്നത്. വിസ കോപ്പി കാണിക്കുകയോ സർക്കാർ ജോലി ഉത്തരവ് കാണിക്കുകയോ ചെയ്യുന്ന ജീവനക്കാർക്ക് ഉടൻ തന്നെയോ 1 മാസം നോട്ടീസിലോ റിലീവ് അനുവദിക്കും. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ പാലിച്ചു വരുന്നു. തലയെടുപ്പോടെ ഉയർന്നു വരുന്ന ഒരു സ്ഥാപനം, അതിനെ നശിപ്പിക്കാൻ സമരമെന്ന മാർഗം അവലംബിക്കുന്ന നേഴ്സുമാരുടെ സംഘടന. ഇതൊന്നും യഥാർത്ഥ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ളതല്ല. മറ്റ് ചില അജണ്ടകൾ ഈ സമരത്തിന് പിന്നിലുണ്ട് എന്ന് വിശ്വാസികൾ ഉറപ്പിച്ചു പറയുന്നു. ആ സംശയം നമുക്കും തോന്നുക സ്വാഭാവികം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.